വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കത്തിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വടകര പഴയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ തരത്തിലും ഈ സമരവുമായി മുന്നോട്ട് വരുന്ന ഓരോരുത്തരും അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളി ജനവിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക. തൊഴിലാളി ജനവിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക. മോഡി സർക്കാർ മുർദാബാദ്. മോഡി സർക്കാർ മുർദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കത്തിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളുടെ കോപ്പി കത്തിച്ചു നടന്ന പ്രതിഷേധത്തിൽ വേണു കക്കട്ടിൽ, VK വിനു, A കുഞ്ഞിരാമൻ, PK അശോകൻ, C വത്സകുമാർ, MP സുരേഷ് ബാബു, OV ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ തൊഴിലാളികളെ ഒന്നടങ്കം തന്നെ അടിമസമാനമായ അവസ്ഥയിലേക്ക് എടുത്തെറിയുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1900-ന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആനുകൂല്യങ്ങൾ ഒന്നടങ്കം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രൂപത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ പരിമപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മോഡി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ മെയ് ദിനമൊക്കെ ആഘോഷിച്ചവരാണ് നമ്മൾ. മെയ് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും ഇന്റർനാഷണൽ ലോ അംഗീകരിച്ച ഇന്റർനാഷണൽ ILO അംഗീകരിച്ച പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം എന്താ സ്ഥിതി? നാരായണമൂർത്തിയെ പോലുള്ള കോർപ്പറേറ്റുകൾ പറയുന്നു ഈ നമുക്കിപ്പോൾ ആഴ്ചക്ക് 7 മണിക്കൂറാണ്. 7 ദിവസം, അതിൽ 6 ദിവസമേ പറയുന്നത് ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച അവധി പോലും വേണ്ടതില്ല തൊഴിലാളികൾക്ക്. എന്തിനാ ഞായറാഴ്ച അവധി? ഭാര്യമാരോട് കിന്നാരം പറയാനാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് 6 ദിവസമാണ് ജോലി. 48 മണിക്കൂറാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസിന്റെ ചെയർമാൻ പറയുന്നു അത് 90 മണിക്കൂറായി വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.